ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ വരുന്ന വീഴ്ചകൾ അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു, അത് വലിയ വിവാദമാകുന്നു. ഞാൻ ദിവ്യാസയുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, എൻ പ്രസാദുമായി ബന്ധപ്പെട്ടും എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ടാണ് ഈ വീഴ്ച എന്ന് പറഞ്ഞതുകൊണ്ട് ആ രീതിക്ക് എടുക്കരുത് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ വിവാദമായ ഒന്നാണ് എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട പ്രശ്നം. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ DGP സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കൈവിട്ട കളിയായിരിക്കുമെന്ന ബോധ്യത്തിൽ നിന്നാണോ അത്തരമൊരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപുള്ള ഈ ക്ലീൻ ചിറ്റ്? പറഞ്ഞില്ല, പിണറായി വിജയൻ വളരെ കടുംപിടുത്തക്കാരനായ ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു നേതാവാണ്, ഭയങ്കര അഡമന്റാണ് അദ്ദേഹം. എന്ത് പ്രത്യാഘാതം എന്തൊക്കെ സംഭവിച്ചാലും പ്രശ്നം എനിക്ക് വിഷയമല്ല. ഞാൻ എന്താണോ തീരുമാനിച്ചത്, എനിക്ക് എന്താണോ ഇഷ്ടം, ഞാൻ അതേ ചെയ്യുള്ളൂ. അതിൻ്റെ അകത്ത് പാർട്ടി പ്രതിസന്ധിയിലാകുന്നോ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ വിഷയമല്ല. അദ്ദേഹം അത് അങ്ങനെയാണ് എന്നും അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇവിടെയും അദ്ദേഹം അത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ടോട്ടൽ ഇപ്പോൾ ഈ ചർച്ചയുടെ ആകമാനമുള്ള ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ ഈ ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ എത്രത്തോളം പലപ്പോഴും ചൈൽഡിഷായി പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഇപ്പം ഈ ദിവ്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം അത് പറഞ്ഞ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഒരാൾക്ക് അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്, പറയാനും പറയാതിരിക്കാനും ഇഷ്ടമുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള അവകാശവും സ്വാതന്ത്ര്യവും എല്ലാം ഈ നാട്ടിലുണ്ട്. ഇതെല്ലാം നിലനിൽക്കെ തന്നെ നമ്മൾ ഈ പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ പറയണം എന്നുള്ള ആ ഒരു മിനിമം ബോധം, തൻ്റെ വാക്കുകൾ. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ ഉന്നത പദവിയിൽ നിൽക്കുന്നവർ, ലൈംലൈറ്റിൽ നിൽക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പരിമിതികളുമുണ്ട്. അവർക്കൊക്കെ അവരുടെ സ്വകാര്യ അഭിപ്രായം, സ്വകാര്യത എന്നൊക്കെ പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അവരുടെ ഓരോ വാക്കുകളും ഓഡിറ്റ് ചെയ്യപ്പെടും. പബ്ലിക്കായിട്ടൊരു അഭിപ്രായം പറയുമ്പോൾ അത് പബ്ലിക് അത് ഓഡിറ്റ് ചെയ്യും എന്നുള്ളത് വാസ്തവമല്ലേ? പ്രത്യേകിച്ച് കേരളത്തിൽ അടിമുടി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ചിന്താഗതിയും മൈൻഡ് സെറ്റുമുള്ള ഒരു നാട്ടില് ഓരോ വാക്കുകളും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവരുടെ ലൈംലൈറ്റിൽ നിൽക്കുന്നവരുടെ ഓഡിറ്റ് ചെയ്യപ്പെടും. അത് ഈ നാട്ടിലുള്ളതാണ്. ഈ അടുക്കള വളരെ ഒരുപാട് തീയും പുകയും ഉള്ളതാണ്. അതെല്ലാം അല്ല, അങ്ങനെ തീയിലും പുകയിലും നിൽക്കാൻ സന്നദ്ധരല്ലാത്ത മനുഷ്യർ കാലാകാലങ്ങളിൽ കാലത്തോട് തന്നെ പൊരുതി നേടിയിട്ടുള്ളതാണ് ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം സമൂഹം അനുവദിച്ചു കൊടുത്ത മനുഷ്യർ മാത്രമാണ് അതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും ശുഷ്കമാകുമായിരുന്നു. ശ്രീ ഷാബു പ്രസാദ്, നമ്മൾ ആരും ഈ പറയുന്നത് പോലെ ജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ സംസാരിക്കുകയും ആയിരുന്നില്ല. അപ്പൊ അവർക്ക് അതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ലേ, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ അതിനപ്പുറത്തേക്ക് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കണമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കഴിയില്ലേ? ഇല്ല, അവർക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയോ അഭിപ്രായത്തിനെയോ ചോദ്യം ചെയ്തതല്ല, അവരുടെ അവകാശത്തിനെ ചോദ്യം ചെയ്തതല്ല. പക്ഷെ നമുക്കുള്ള അവകാശങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ദൂരവ്യാപകമായ റിസൾട്ടുകളും കൂടി ഇവർ മനസ്സിലാക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് പൊതുവെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ഇത്രയും കാലം ഇങ്ങനെ പൊതുവെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാതെ അവരുടെ ഉത്തരവാദിത്തങ്ങളുമായിട്ട് പോകുന്നതിന്റെ കാരണം അതാണ്. അത് പക്ഷെ ഇത്രയേ ഉള്ളൂ. ഇപ്പം ദിവ്യ SI ഒരു സാധാരണ ഒരു IAS ഉദ്യോഗസ്ഥയാണ്. അവർ വളരെ കഴിവുറ്റ സ്ത്രീയാണ്, അവർ വളരെ കമ്മിറ്റ്മെന്റ് ഉള്ളവരാണ്, കഠിനാധ്വാനിയാണ്, അവർ പ്രൂവണുമാണ്. ഇതിലൊന്നും ആർക്കും ഒരു സംശയമില്ല. അതിനോടൊപ്പം തന്നെ അവർ ഒരു ഉന്നത കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയുമാണ്. ഇതും ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ താൻ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു അഭിപ്രായം പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. KK രാഗേഷിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു ജില്ലയിലേക്കുള്ള വരവാണ്. അല്ലാതെ അദ്ദേഹം ഇപ്പോൾ ഒരു ഒഫീഷ്യലായി, അദ്ദേഹം ഒരു MLA ആയി അല്ലെങ്കിൽ ഒരു മന്ത്രിയായി, അങ്ങനെയല്ല. അങ്ങനെ വരുമ്പോൾ അവിടെ അഭിപ്രായം പറയുമ്പോൾ അതിന് സമൂഹത്തിൽ അഭിപ്രായം പറയാൻ, അതിനെ വിമർശിക്കാനുള്ള അവകാശം ഈ നാട്ടിലുണ്ട്. സാഹചര്യത്തിലായിരുന്നെങ്കിലും വിട്ടുകൊടുക്കുന്നവരായിരിക്കില്ല ഈ വെട്ടുകളികൾ എന്നുള്ള നല്ല ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ KK രാഗേഷ് നാളെ ഒരു മന്ത്രിയാവുകയോ MLA ആവുകയോ അങ്ങനെ എന്തെങ്കിലും ആണ് എങ്കിൽ പോലും ഈ പറയുന്ന ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ ഇതേ ആക്രമണം തന്നെയായിരിക്കും എന്ന കാര്യത്തിലൊന്നും സംശയമില്ല.